ഈ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ ഇനി ചേരാത്തതായി ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേര് നിങ്ങളൊന്ന് പറഞ്ഞേ. CPIM മാത്രമായിരിക്കും അദ്ദേഹം ഇതുവരെ ചേരാത്തതായിട്ടുള്ള ഒരു പാർട്ടിയല്ലേ? ബാക്കി ഏതാണ്ട് എല്ലാ പാർട്ടിയിലും അദ്ദേഹം പോയിട്ടുണ്ട്. അദ്ദേഹം ഏത് പാർട്ടിയിൽ ചേർന്നു എന്നുള്ളതല്ലല്ലോ വിഷയം. അഡ്വക്കേറ്റ് എ സമ്പത്ത് 8ഓ 10ഓ പാർട്ടിയിൽ പ്രവർത്തിച്ചു എന്നുള്ളതല്ലല്ലോ വിഷയം. ഇവിടുത്തെ വിഷയം ഗവർണറെ കരിങ്കൊടി കാണിക്കാൻ വന്ന 22 പ്രതിഷേധക്കാരെ പിടിച്ചു മാറ്റാൻ 100ഓളം പോലീസുകാർക്ക് എന്തുകൊണ്ട് കഴിഞ്ഞില്ല? ആ ചോദ്യം ഗവർണർ ഉന്നയിക്കുന്നു. അതിനുള്ള മറുപടി എന്താ? അല്ല, ഞാനൊന്ന് മറുപടി പറഞ്ഞോട്ടെ, അത് കഴിഞ്ഞിട്ട് പോരെ. എനിക്ക് തന്ന സമയം എന്നെ ദയവായി ഉപയോഗിക്കാൻ അനുവദിക്കണം. അങ്ങ് പറയൂ, ഈ ചോദ്യത്തിനുള്ള മറുപടി ഇല്ലാതിരിക്കുന്നതായിരിക്കും ഭംഗി എന്ന് ഞാൻ വിശ്വസിക്കുക. അതെ, അങ്ങ് പറയൂ ഈ ചോദ്യത്തിനുള്ള മറുപടി പറയില്ല. ഒന്നെങ്കിൽ താങ്കൾ സംസാരിക്കാം, നമ്മൾ തമ്മിൽ തർക്കം വേണ്ടല്ലോ. ഞാനൊരു മറുപടി പറയുകയല്ലേ. എൻ്റെ ചോദ്യം ഇതാണ്: ഭരണഘടനാ പദവി വഹിക്കുന്നവരും അത്തരത്തിൽ ഉത്തരവാദപ്പെട്ട പദവികളിലിരിക്കുന്നവരും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതിനൊക്കെ നമ്മുടെ ചില റൂൾസ് ഓഫ് പ്രൊസീജിയർ പോലെ തന്നെ ഇതിൻ്റേതായിട്ടുള്ള ചില പ്രോട്ടോക്കോൾ ഉണ്ട്. എങ്ങനെയാണ് ഇത് സംബന്ധിച്ചുള്ള കാര്യത്തെ സംബന്ധിച്ച് രാജ്ഭവനിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ഇക്കാര്യത്തെ സംബന്ധിച്ച് ചീഫ് സെക്രട്ടറിയോട് അല്ലെങ്കിൽ DGPയോട് വിശദീകരണം തേടുകയോ ഇത് സംബന്ധിച്ച് കത്തിടപാടുകൾ നടത്തുകയോ ഒക്കെയാണ് അത്തരം കാര്യങ്ങളിലുള്ളത്. അല്ലാതെ റോഡിലിറങ്ങിയിട്ട് ഇങ്ങനെ ഇതല്ല ചെയ്യുക. നാളെ നിങ്ങൾ മാധ്യമപ്രവർത്തകർ ബഹുമാനപ്പെട്ട ഗവർണർ ഇങ്ങനെ വന്ന് എവിടെയെങ്കിലും നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് TV ക്യാമറയുമായി ചെന്നാൽ ഹി മേ ബി എൻജോയിങ് ദാറ്റ്. ഒരു പക്ഷേ നേരത്തെ ഉണ്ടായിരുന്ന പല ഗവർണർമാരും അങ്ങനെ ആയിരുന്നില്ല എന്നുള്ളത് കൊണ്ട് അദ്ദേഹം അങ്ങനെ ആയിക്കൂടാ എന്നൊന്നും ഞാൻ പറയുകയല്ല. അദ്ദേഹത്തിന് അനിഷ്ടകരമായ ചോദ്യങ്ങൾ ചോദിച്ചാൽ അദ്ദേഹം തട്ടിക്കയറി അത്തരത്തിൽ വരുന്ന അതൊക്കെ ഒരു ഗവർണർ പദവിക്ക് ചേരുന്നതാണോ? ഇനി 22 കുട്ടികളല്ല 50 കുട്ടികളാവട്ടെ, 50 ആളുകളാവട്ടെ, അവരുടെ കയ്യിൽ കരിങ്കൊടി ഉണ്ട്. ആ കരിങ്കൊടി ഉള്ളവരെ 100ഓളം പോലീസുകാർ പിടിച്ചു മാറ്റിയില്ല എന്നുള്ളതാണ്. ഈ പോലീസുകാർ കേസെടുത്തു, FIR എടുത്തു, കാര്യങ്ങൾ ചെയ്തു. അതെല്ലാം നിയമപ്രകാരമുള്ള ചട്ടപ്രകാരമുള്ള കാര്യങ്ങളാണ് ആണല്ലോ. അത് പോലീസിന് ചെയ്യാവുന്നത് ചെയ്തു. ഇനി CRPF വരുന്നു, അതല്ല ഇനി CISF വരുന്നു, ഇനി അതല്ല ഒരു പക്ഷേ BSFനെ കൊണ്ടുവരുന്നു. ഇതെല്ലാം ചെയ്യുമ്പോഴും നമ്മുടെ മുന്നിലുള്ള ഭരണഘടന അനുസരിച്ച് ലോ ആൻഡ് ഓർഡർ എന്നുള്ളത് ഒരു സംസ്ഥാനത്തിൻ്റെ ചുമതലയിൽ പെടുന്നതാണ്. ആ സംസ്ഥാനവുമായി ബന്ധപ്പെട്ട് യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയുമായി എന്തെങ്കിലും ആശയവിനിമയം നടത്തിയിട്ടുണ്ടോ? എൻ്റെ ഒരു ചോദ്യം. ശ്രീ അനന്തപത്മനാഭൻ പറയട്ടെ. അങ്ങനെയാണല്ലോ കാര്യങ്ങൾ പോകുന്നത്. ഇവിടെ എപ്പോഴും ഒരു രാജ്ഭവൻ അല്ല ഗവർണർ ഇന്ത്യയിൽ അധികാരത്തിലുള്ള പാർട്ടിയുടെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര മന്ത്രിയുമായി നേരിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലാണ്. എനിക്കത് നേരിട്ട് അറിയാവുന്നതാണ്. എൻ്റെ മറ്റ് പിന്നാമ്പുറ കഥകൾ ഇപ്പോൾ ഞാൻ പറയുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇദ്ദേഹത്തിൻ്റെ കാലത്ത് മാത്രമല്ല, ഇതിനു മുമ്പുമുള്ള കാര്യത്തിൽ. അങ്ങനെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുമായിട്ടുള്ള നേരിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഐ ആം ദ ഹോം മിനിസ്റ്റർ ഓഫ് ദ നേഷൻ, സോ ഐ ആം സാറ്റിസ്ഫൈഡ് ദാറ്റ് എന്നുള്ളത് കൊണ്ട് എൻ്റെ പ്ലഷറിന് ഡിസ്പ്ലഷറിനും അനുസരിച്ച് ചെയ്യാനുള്ള കാര്യമല്ല ഇത്. ഇതൊരു സംസ്ഥാന യൂണിയൻ ഗവൺമെൻറ്റുകൾ തമ്മിലുള്ള ബന്ധം, ആ ബന്ധത്തിലെ ഫെഡറൽ സത്ത അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ശ്രീമതി റാംദുലാരി സിൻഹ കേരളത്തിലെ ഗവർണറായിരുന്നു. കരിങ്കൊടി പ്രകടനം നടന്നിട്ടുണ്ടോ ഇല്ലയോ? നിയമസഭയ്ക്കകത്ത് പ്രക്ഷോഭങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ? ശ്രീ ജെയിൻ കേരളത്തിൽ വളരെ പണ്ട്, അന്ന് താങ്കൾ ജനിച്ചിട്ടില്ല ആ കാലത്ത്, അദ്ദേഹം കേരളത്തിലെ ഗവർണറായിരുന്നു. അന്ന് അദ്ദേഹത്തിനെതിരായി പ്രകടനങ്ങൾ നടന്നിട്ടുണ്ടോ? രാജ്ഭവൻ വളഞ്ഞിട്ടുണ്ടോ? ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഗവർണറുടെ ദേഹത്തെ കൈവയ്ക്കുന്നില്ല എന്നുള്ളത് അത് കേരളത്തിൽ ഒരുപക്ഷെ പലപ്പോഴും മന്ത്രിമാരുടെ ദേഹത്ത് കൈവച്ചിട്ടുണ്ട്. നമ്മളപ്പോഴൊന്നും ഇങ്ങനെ വലിയ ചർച്ചകൾ നടത്തിയിട്ടില്ല. ഇപ്പോഴും അത് നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന പല ആളുകളുമുണ്ട്. ഗവർണറുടെ സുരക്ഷ എന്നുള്ളത് അത് സംസ്ഥാന ഗവൺമെൻറ് അത് നിയമാനുസരണം നൽകേണ്ടത് കൃത്യമായി നൽകുന്നുണ്ട്. മറ്റേതൊരു സംസ്ഥാനത്തും ഉള്ളതിനേക്കാൾ മെച്ചപ്പെട്ട നിലയിൽ. ഇതേ ഗവർണർ തന്നെയാണ് പറഞ്ഞത്, കേരളത്തിലെ പോലീസ് സേനയെ സംബന്ധിച്ച് അഭിമാനകരമായി അദ്ദേഹം പറഞ്ഞത്. അധിക ദിവസമൊന്നും ആയില്ല, ഇങ്ങനെ SFIക്കാരുടെ പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും നടക്കുമ്പോൾ തന്നെയാണ് അദ്ദേഹം ഈ പറയുന്ന എല്ലാ നല്ല കാര്യങ്ങളും പോലീസിനെ കുറിച്ച് പറഞ്ഞത്. അതും അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നല്ലേ വന്നത്. അപ്പോൾ രാവിലെ അദ്ദേഹം ഒരു കാര്യം പറയും, ഉച്ചയ്ക്ക് വേറൊരു കാര്യം പറയും, വൈകുന്നേരം ആകുമ്പോൾ വേറൊരു കാര്യം പറയും. അദ്ദേഹത്തിൻ്റെ പ്രാതലിനും ഉച്ചഭക്ഷണത്തിനും അദ്ദേഹത്തിൻ്റെ അമൃതത്തിനും അനുസരിച്ച് നമുക്കെല്ലാം തുള്ളാനായി കഴിയില്ല. ഇവിടെ ഇതൊരു സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്തെ ജനങ്ങൾ തിരഞ്ഞെടുത്തൊരു ഗവൺമെൻറ് ഉണ്ട്. ആ ഗവൺമെൻറ്റിനെ അട്ടിമറിച്ചുകൊണ്ട് ഭരിക്കാനാണ് താൻ വന്നിട്ടുള്ളത് എന്ന് അങ്ങനെ ആരെങ്കിലും ഒരു ഗവർണറോ ആ ഗവർണർ പദവിയിലിരിക്കുന്നവരോ തെറ്റിദ്ധരിക്കുന്നത് അത് ആശാസ്യകരമായ പ്രവണതയല്ല. അത് ന്യായീകരിക്കാൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവർ അതിനു വേണ്ടി ഇറങ്ങുന്നതും ശരിയായ നടപടിയല്ല. ഗവർണർ സംസ്ഥാന ഗവൺമെൻറ്റുമായി ഏതെങ്കിലും വിധത്തിലുള്ള വിഷയങ്ങളുണ്ടെങ്കിൽ ആ വിഷയങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ടതാണ്. ഗവർണർക്കും വായിൽ നാക്കുണ്ട്, അദ്ദേഹത്തിന് മലയാളം പറഞ്ഞാൽ മനസ്സിലാകും, ഇംഗ്ലീഷും ഹിന്ദിയും നന്നായി അദ്ദേഹത്തിന് തരും. അദ്ദേഹത്തിനോട് വ്യക്തിപരമായി അത്തരത്തിൽ നല്ല ബന്ധം വെച്ച് പുലർത്താൻ ആഗ്രഹിക്കുന്നവർ തന്നെയാണ് ഞങ്ങളെല്ലാവരും, അദ്ദേഹത്തെക്കുറിച്ച് അറിയാവുന്നവരും തന്നെയാണ്. പക്ഷെ അദ്ദേഹം ഒരു ഏജൻ്റായി പെരുമാറുകയും ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ
ഈ കേന്ദ്ര സേനയുടെ സുരക്ഷ കേരളത്തിൽ ആർക്കൊക്കെയാണ് നൽകുന്നത് എന്നുള്ള പട്ടിക ഒന്നെടുത്ത് വായിക്കുമ്പോൾ ഞാനും ആ പട്ടികയിൽപ്പെടാനായി ഇങ്ങനെ ക്യൂവിൽ നിൽക്കുകയായിരുന്നു. ഇപ്പോൾ ഞാൻ വളരെ സന്തോഷവാനാണ് എന്നെ കൂടി ആ പട്ടികയിൽ ചേർത്തതിന് എന്നാണ് അദ്ദേഹം പറയുന്നതെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. പക്ഷേ ഇത് സമൂഹം ചർച്ച ചെയ്യട്ടെ. You are watching Reporter Evening Show.